ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ എണീറ്റ് വന്നത്. പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം. പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഫസ്റ്റ് കായൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പച്ചമ്പിൽ. പിന്നെ മുട്ടൻ്റെ പണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കായയുടെ ഓർഡർ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് അധികം പഴുത്ത പഴമായതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കിയതിന്. പിന്നെ മുട്ടൻ്റെ പണ്ടം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്, അതിൽ മുന്തിരിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പണ്ടം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴം ഒന്ന് ഉടച്ചെടുക്കണം. ഒരുപാടൊന്നും പഴമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഗ്രൈൻഡറിലൊന്നും ഇടാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഇട്ട വീഡിയോയിൽ സിറ്റ് ഔട്ടിൽ തുണി കെട്ടിയത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിന് പഴയകാല കല്യാണം ഓർമ്മ വന്നു. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് ഓർമ്മ വന്നത്. പഴയകാലത്തെ വീഡിയോസിലൊക്കെ ഫോട്ടോസിലൊക്കെ കാണാറില്ലേ, അതുപോലത്തെ ഒരു ഇത് തന്നെയാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായത്. അത് പകൽ ഞാൻ അഴിച്ചു വെക്കും, രാത്രി മാത്രമേ കെട്ടേണ്ടതുള്ളൂ. അപ്പോൾ ബോറായും ചെയ്യൂല, രാത്രി നായ്ക്കളെ ശല്യം ഒരു പരിധിവരെ കുറക്കാനും പറ്റും. പിന്നെ സ്ഥിരമായിട്ട് പകലും രാത്രിയും അതുപോലെ തന്നെ കെട്ടുകയാണെങ്കിൽ നായി തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. പിന്നെ അതാ ഫുള്ള് അഴിച്ച് മാറ്റിയിട്ട് അവിടെ വെച്ചതാണ്. പിന്നെ ഇപ്പം പകൽ അഴിച്ചു വെച്ചിട്ട് രാത്രി മാത്രം കെട്ടുമ്പം നായി ഉള്ളിലേക്ക് വരുന്നില്ല. ഫുൾ ടൈം കെട്ടി വെക്കുന്നതാണെങ്കിൽ നായി കയറും, ഉറപ്പാണ്. നായിക്ക് ശീലമായി കഴിഞ്ഞാൽ എന്തായാലും അതിലേക്ക് കയറും. പിന്നെ നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ കായയുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടു കൊടുക്കാനും പോകണം, പിന്നെ സ്റ്റോറിലേക്കും പോകാനുണ്ട്. അതുകൊണ്ട് അതുവരെ നേർന്നിട്ടില്ല. പാത്രങ്ങൾ വേഗം ഞാൻ കഴുകി എടുക്കുന്നുണ്ട്. അനിയത്തി നിങ്ങളെ വീട്ടിലാണോ നിൽക്കാറ്? ഈ കമൻറ്റ് എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഒന്നെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാകും. അപ്പോൾ എല്ലാവരോടും പറയാമെന്ന്, അനിയത്തി ഇപ്പം തൽക്കാലത്തേക്ക് എൻ്റെ കൂടെയാണ്. അവൾക്ക് എൻ്റെ അടുത്ത് തന്നെ വീടെടുക്കുന്നുണ്ട്. അപ്പോൾ വീട് റെഡിയാകുന്നത് വരെ ഇൻഷാല്ല എൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ കുറേ പേർക്ക് സംശയമുണ്ട്, അത് ഹസ്ബൻഡിൻ്റെ അനുജൻ്റെ വൈഫാണെന്ന്. ഹസ്ബൻഡിൻ്റെ അനുജൻ്റെ വൈഫല്ല, എൻ്റെ അനിയത്തി തന്നെയാണ്. നമ്മളെ നാട്ടിൽ തന്നെയാണ് നിൽക്കൽ, ഹസ്ബൻഡിൻ്റെ നാട്ടിലല്ല. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ അനിയത്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലും ക്ലീനിങ് ആക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡും എടുത്തിട്ടുണ്ട്. ആ സാധനമൊക്കെ ആയിട്ട് കസ്റ്റമർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് കാശും കയ്യിൽ തന്നിട്ട് ഞങ്ങൾ കുറച്ച് പരിചയം ഒക്കെ പുതുക്കുന്നുണ്ട്. എവിടെയാണ് സ്ഥലം, എങ്ങനെയാണ്, പേരെന്തെന്നാ അങ്ങനെയൊക്കെ ചോദിച്ച് സംസാരിച്ചതിന് ശേഷം നേരെ മടങ്ങി വരിക നമ്മുടെ ചന്തേര പോലീസ് സ്റ്റേഷനാണ്. ഞാൻ 1 മുതൽ 7 വരെ പഠിച്ച എൻ്റെ സ്വന്തം വിദ്യാലയമാണ്, എൻ്റെ നാട്ടിലുള്ള സ്കൂളാണിത്. പിന്നെ നേരെ സ്റ്റോറിലേക്ക് വിട്ടു. അപ്പോഴല്ലേ കഥയറിയുന്നത്, നമ്മുടെ ഈ അമ്മായിക്കളിയൊക്കെ കഴിയുമ്പോൾക്ക് സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റോറ് അടച്ചിട്ടുണ്ട്. പിന്നെ ശശികളായിട്ട് രണ്ടും നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോറിൽ മെയിനായിട്ടും പോയത് പച്ചരി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചരി ഒരു ലെവലേശം വീട്ടിലില്ല, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല, സ്റ്റോറിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ കടയിൽ നിന്ന് 1 കിലോ തൽക്കാലത്തേക്ക് പച്ചരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് കാരയപ്പം ചൂടാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർജൻറ്റായിട്ട് വാങ്ങിയത്. പിന്നെ പർദ്ദയൊന്നും ഊരാൻ വേണ്ടിയിട്ട് ടൈമില്ല, അത് നേരെ കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷമാണ് പർദ്ദയൊക്കെ അഴിച്ചു വെക്കുന്നത്. പിന്നെ അരിയൊക്കെ കുതിർന്ന് വരുന്നത് സമയം വരെ നമുക്ക് ഫോണിൽ കളിക്കാനുള്ള കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലും അങ്ങനത്തെ ഒക്കെ പണിയാണ്. അതൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി ഒരു ഭാഗത്താക്കി വെച്ചതിന് ശേഷം അരിയൊക്കെ വന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച ചോറ് തന്നെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചോറൊന്നും പിന്നെ നമ്മൾ കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല, വെച്ചത് മാത്രമേ രാവിലെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അങ്ങനെ അരിയൊക്കെ ഓരോ ട്രിപ്പായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം അരച്ചെടുക്കേണ്ട അരി ഉണ്ടായിട്ടുണ്ട്. 1 കിലോ അരി ഇട്ടിട്ടുണ്ട്. ഒരു സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും അറിയിക്കാനുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടണോ അല്ല ഏതെങ്കിലും ഒരു വീഡിയോസിൽ തന്നെ ആഡ് ആക്കിയാൽ മതിയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയെന്ന്. നിങ്ങൾ
എന്താ വേണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആ സന്തോഷം നിങ്ങളെ അറിയിക്കണോ അല്ല ഏതെങ്കിലും വീഡിയോൻ്റെ ഇടയിൽ ജസ്റ്റ് പറഞ്ഞാൽ മതിയോ, ഏത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് താഴെ കമൻ്റ് ഇടുക, ആ സന്തോഷം നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അരി അരച്ച് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പണിയെടുത്താലും ഞാൻ ഇപ്പം പച്ചരി കുതിർത്തി വെച്ചതൊക്കെ അരച്ച് വെച്ചതേ ഇല്ലും പിന്നെ കാരപ്പത്തിന് വേണ്ടിയിട്ട്. എന്നാലും പാത്രം നോക്കറോ ഇഷ്ടം പോലെ പാത്രം വേസ്റ്റ് പറയും. അത് എവിടുന്നാ വരുന്ന റബ്ബേ, ഒരു പിടുത്തം കിട്ടുന്നില്ല. അരി ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത്. അടുക്കളയിലേക്ക് വന്നിട്ട് പിന്നെ നേരത്തെ കടല കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിന് വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആ കടലയൊക്കെ കഴുകിയിട്ട് അത് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കാരയപ്പം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കാരയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഇതാ ഓരോ കയ്യിലും കോരി ഒഴിക്കുന്നുണ്ട്. ഗ്യാസുമ്മ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. പുറത്ത് അടുപ്പൊന്നും കത്തിക്കാൻ നിന്നിട്ടില്ല. വേഗം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കി. ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ രാത്രി പോകും. അതിൻ്റെ ഇടയിൽ ഇതാ അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റും വന്നിട്ടുണ്ട്. ആങ്ങളുടെ വൈഫിൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അവരെ മോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരും വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം അവർക്ക് ചായക്ക് കാരയപ്പവും പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അടുത്ത ഫ്രൈ പാൻ വെച്ചിട്ട് അതിലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലും പിന്നെ കായയുടെയൊക്കെ ഇട്ടിട്ട് അതും ഒരു ഭാഗത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കടല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്ത് കാരയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം അവർക്ക് ജ്യൂസാണ് ഉണ്ടാക്കിയത്. പിന്നെ ചായയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ആരും ഇപ്പോൾ ചായ കുടിക്കുന്നില്ലല്ലോ. പിന്നെ ഇതാ നമ്മുടെ കടലയൊക്കെ നല്ല പോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള കുനുകുനാ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും അത് നല്ല പോലെ ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ചന മസാലയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കടല അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ ഇത് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളമായിപ്പോയി, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം കക്കിരിയും പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞതും മല്ലിയിലയും കൂടിയിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് വിളമ്പൽ. ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആവും. ഇത് കണ്ടോ, ഇത് നമ്മുടെ കുഞ്ഞു ഫാൻസാണ്. ആലിയാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കലും ഫോൺ എടുത്തിട്ട് അത് കാണും. എൻ്റെ സൗണ്ട് കേൾക്കുമ്പം എവിടെ ഉണ്ടെങ്കിലും ഓടി വന്ന് അവിടെ ഇരുന്നിട്ട് അനങ്ങാണ്ട് നോക്കുന്ന പറഞ്ഞാൽ ഇപ്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ വരെ എന്നെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ അവർ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ അവർ പോയിട്ടുണ്ട്. അവർ പോയതിന് ശേഷം കട്ടൻ ചായ ഉണ്ടാക്കി ഞാനും കുടിച്ച്. അപ്പോഴേക്കന്നെ സമയം 5 മണി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു ഭാഗത്ത് കാരയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരയപ്പം ഫുള്ളായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിട്ടില്ല. അവർക്ക് ചായക്ക് വേണ്ടിയിട്ട് കണക്കായ പാടും ഞാൻ പിന്നെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ അവരോടൊന്ന് വർത്താനം പറഞ്ഞിട്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് അവർ പോയതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് വീണ്ടും വന്നത്. പിന്നെ ഇതാ കുംസിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ ഇടയിൽ കാരയപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ റെഡിയാകുന്നതിൻ്റെ ഇടയിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ഞാൻ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ആങ്ങളുടെ പുരക്കേക്ക് പോകാനുണ്ട്. ഇന്ന് ഗൾഫിലേക്ക് പോയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം, അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. രാത്രിയാണ് പോകുന്നത്. അപ്പോൾ മഗ്രിബ് കഴിഞ്ഞിട്ട് പോകും ഒരു 7 മണി 7:30 ആകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. 2 ആൾക്കുള്ള സാധനങ്ങളാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അത് വേഗം ഒന്ന് പാക്കാക്കിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാ ആങ്ങളെ സഹായിക്കുന്നുണ്ട്. വേറൊരാങ്ങളെയാണ് ഇത്, ലാസ്റ്റത്തെ ആങ്ങളെ. അപ്പോൾ ഓന് എല്ലാം സഹായിച്ചു തരുന്നുണ്ട്. അങ്ങനെ എല്ലാം വേഗം പാക്കിംഗ് ആക്കി ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ തന്നെ 6:30 മണിയായിട്ടുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് വേഗം വെച്ച് പിടിച്ച് നമ്മളെ നാട്ടിൽ തന്നെയാണ് കുറച്ച്
പോകാനേ ഉള്ളൂ വണ്ടിയും കൊണ്ട്. ഇന്ന് ഒരു താത്ത വിളിച്ചിട്ടുണ്ടായിനി, എന്നോട് പറയുന്നു ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊന്നും ഞാൻ അധികം ആരെ വീഡിയോയും കാണാറില്ല, പക്ഷെ നിങ്ങളെ വീഡിയോക്ക് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. എൻ്റെ വീഡിയോസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം പറഞ്ഞത് എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുക്കുകയും ചെയ്യും. സാധാരണക്കാരിൽ സാധാരണക്കാരൊരാളായ അതുപോലത്തെ ഒരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരുത്തി തന്നെയാണ്. ഞാൻ യൂട്യൂബ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ വലിയ ഒന്നായിട്ടൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഞാൻ ചെയ്യുന്നതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. പിന്നെ അല്ലാണ്ട് ഞാൻ വലിയ ആളായിട്ടൊന്നുമില്ല. കുറച്ച് സബ്സ്ക്രൈബറും കുറച്ച് ലൈക്കും കുറച്ച് ആൾക്കാരൊക്കെ കിട്ടുമ്പോൾക്ക്, കുറച്ച് ആൾക്കാരുടെ സ്നേഹമൊക്കെ കിട്ടുമ്പോൾക്ക് ഞാൻ വലുതൊന്നും ആവൂല. ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വെള്ളവും പിന്നെ ചായക്കടികളൊക്കെ ഉണ്ടായിന്, മോമോസും ബ്രെഡും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന്. അതൊക്കെ കഴിച്ച് കുറച്ച് സമയം എല്ലാവരും വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ചോറൊക്കെ റെഡിയാക്കി പിന്നെ ഇതാ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളെ പോവുകയാണ്. ഡെയിലി ഇവിടെ വന്നിട്ട് വീട്ടിലിരുന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ വേണമെങ്കിൽ നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വേഗം വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പടച്ച റബ്ബ് യാത്രയുടെ സതുദ്ദേശത്തെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്ന ടൈമിലാണ് ഇതാ അമ്മായിൻ്റെ അനിയത്തി വന്നത്. അനിയത്തി മീൻസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മൾ മിനിയാന്ന് പോയിട്ടുണ്ടായിട്ടില്ലേ, ഇവളെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഓള് കറക്റ്റ് അവർ ഇറങ്ങുന്ന ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ അവളുടെ അടുക്ക കുറേ ഫ്രണ്ട്സൊക്കെ വന്നതുകൊണ്ടാണ് ലേറ്റായെന്ന് പറഞ്ഞ്. പിന്നെ എല്ലാവരും വന്നിട്ട് പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ എല്ലാവരും ഒത്തുകൂടിയാൽ പിന്നെ ഇല്ല കലവില തന്നെയല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാവരും ഫുഡ് കഴിച്ച് നല്ല ചിക്കൻ ബിരിയാണിയും സാലഡും ഒക്കെ ഉണ്ടായിന്. പിന്നെയും കുറേ ടൈം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് 10:30 മണിക്കാണ് പിന്നെ വീട്ടിലേക്ക് വന്നത്. പിന്നെ നല്ല രസമുണ്ടായിന്, എല്ലാവരും കൂടി ചിരിയും കളിയും ഒക്കെ ആയിട്ട്. പിന്നെ ഇതാ ആങ്ങളെ ഗൾഫിലേക്ക് എത്തിയതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ലഗേജൊക്കെ തിരിഞ്ഞ് വരുന്നത്രയെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ റാഹത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ബുധനാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയൊരു വിശേഷങ്ങളുമായി പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.